24ാമത് CPM പാർട്ടി കോൺഗ്രസിന് ഇന്ന് തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാകും. ഇന്ന് വൈകിട്ട് മുതിർന്ന നേതാവ് ബിമൻ ബോസ് സമ്മേളന വേദിയിൽ പതാക ഉയർത്തും. പ്രായപരിധി കാലാവധി കഴിഞ്ഞെങ്കിലും മുഖ്യമന്ത്രി എന്ന പരിഗണന വെച്ച് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ തുടർന്നേക്കും. കേരളത്തിൽ നിന്നുള്ള MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകാനും EP ജയരാജൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. കണ്ണൻ നായരും AK സ്റ്റെഫിനുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മധുരയിൽ നിന്നും ചേരുന്നത്. ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. കണ്ണൻ നായർ, സ്റ്റെഫിൻ. കണ്ണൻ നായരുടെ ക്ഷേത്ര നഗരമാണ് മധുര. ആ മധുരയിലേക്ക് CPM എന്ന രാഷ്ട്രീയ പാർട്ടി, അതിന്റെ പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ എങ്ങനെയാണ് അന്തരീക്ഷം? വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, അതായത് നൂറ്റാണ്ടുകളുടെ ക്ഷേത്ര പാരമ്പര്യമുള്ള ഒരു നഗരമാണ് മധുര. ആ മധുരയിലേക്ക് മൂന്നാമതാണ് ഈ പാർട്ടി കോൺഗ്രസ് എത്തുന്നത്. 1953 ആദ്യമായി പാർട്ടി കോൺഗ്രസ് എത്തിയ സമയത്ത് അന്ന് EMS ആണ് ഒരു PB-യിലേക്ക് എത്തിയ നേതാവ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു നഗരമായി മാറുകയായിരുന്നു മധുര. ഇപ്പോഴും CPM-ന്റെ MP ആണ്, നടരാജനാണ് ഇവിടുത്തെ ലോക്സഭാ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെയൊക്കെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ സ്റ്റെഫിൻ എന്നോടൊപ്പമുണ്ട്. സ്റ്റെഫിനെ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ നമുക്ക് ആരാകും പുതിയ ജനറൽ സെക്രട്ടറി, കുറേയേറെ PB അംഗങ്ങൾ മാറുന്നു, അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ചർച്ചകളുണ്ട്. മലയാളിയായിട്ടുള്ള MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമെന്നുള്ളൊക്കെയുള്ള ചർച്ചകളുണ്ട്. എന്താണ് അതിൽ പറയാനുള്ളത്? വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയായിരിക്കും. കാരണം ഈ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ ഇതിനു മുമ്പ് 30 വർഷം മുമ്പ് നടന്നിരുന്നു. ഇത് 95-ല്. ആ 95-ലും ഇപ്പോഴും നടക്കുമ്പോൾ പ്രത്യേകത, അന്ന് സംസ്ഥാന സമ്മേളനം നടന്നത് കൊല്ലത്താണ്, അന്ന് പാർട്ടി കോൺഗ്രസ് നടന്നത് മധുരയിലാണ്. അത് തനി ആവർത്തനമാണ്. അന്നുണ്ടായിരുന്ന പല തീരുമാനങ്ങൾ, അപ്പോൾ അതിന് സമാനമായ രീതിയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അന്നത്തെ ഒരു വിലയിരുത്തൽ അന്നുണ്ടായത് കേന്ദ്രഭരണം, സ്വേച്ഛാധിപത്യ ഭരണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പാർട്ടി കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ, അന്നത്തെ കേന്ദ്രഭരണം. ഇപ്പോൾ ഈ കരട് രാഷ്ട്രപ്രമേയത്തിലും പറയുന്നത് നവഭാസിസത്തിലേക്കുള്ള ഒരു പോക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ എന്ന്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ 53-ലെ പാർട്ടി കോൺഗ്രസ് ആദ്യമായിട്ട് നടക്കുമ്പം അന്ന് ഈ നെഹ്റു സർക്കാരിനെ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു. കാസർഗോഡുകാരാണ് അവതരിപ്പിച്ചത്. മടിക്കെ കുമാരൻ അടക്കമുള്ള 2 പേരാണ് പ്രമേയം അവതരിപ്പിച്ചത്. അന്ന് പ്രമേയം തള്ളിക്കളഞ്ഞു. അതിന് സമാനമാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുറച്ച് രാഷ്ട്രീയ പ്രത്യേകതകളുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, EMS-ന് ശേഷം ആരെങ്കിലും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ? അത് MA ബേബിയുടെ പേര് തന്നെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യമാണ്. അങ്ങനെ ഒരു തീരുമാനം ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. 2, പിണറായി വിജയൻ ഏക മുഖ്യമന്ത്രിയാണ് ഈ രാജ്യത്ത്, അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രായപരിധിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം ഇനിയും പോളിറ്റ് ബ്യൂറോയിൽ തന്നെ തുടരുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായപരിധിക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് തന്നെ MA ബേബി ഒരുപക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ PB-യിൽ ഒരുപക്ഷെ അദ്ദേഹം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. EP അങ്ങനെയുള്ള പല രാഷ്ട്രീയ ആ സമയത്ത് വൃന്ദാക്കാരട്ട് ഒരു വനിത ആദ്യമായിട്ടൊരു ജനറൽ സെക്രട്ടറി ആവുന്നു. പ്രായപരിധി വിഷയമുണ്ടെങ്കിൽ പോലും ഈ പാർട്ടി കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വൃന്ദാക്കാരായിട്ട് വരുമോ എന്നുള്ള ചർച്ചയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതും വലിയൊരു ചരിത്രത്തിലേക്കായിരിക്കും പോകുന്നത്. കാരണം ആദ്യമായിട്ടൊരു വനിതാ ജനറൽ സെക്രട്ടറി പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. ഈ മധുര പാർട്ടി കോൺഗ്രസ് വലിയൊരു പ്രത്യേകതയിലേക്ക് മാറുമെന്നുള്ളത് തന്നെ. മൊത്തം ഇതാണ് പുലർച്ചെ തരാനുള്ള കാര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1968 ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ദളിത് കലാപം നടന്നിരുന്നു. അന്ന് 44 പേരാണ് മരിച്ചത്. അതിന് ശേഷം അതിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടാണ് ഈ ഡിണ്ടിഗൽ ജില്ലയായാലും അതുപോലെ തന്നെ മധുരയായാലും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ CPM-ന്റെ പാരമ്പര്യം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മനസ്സിലേക്ക് ജനങ്ങൾ എത്തിയത്. കഴിഞ്ഞ 2 വർഷമായി 2 ടേമായി ഇവിടെ MP ആയിരിക്കുന്ന നടരാജനാണ്. CPM ആണ്. ഇപ്പോൾ ഡിണ്ടിഗലിലേക്ക് പോയാലും അവിടെയും CPM-ന്റെ MP ആണ്. DMK-യുടെ പിന്തുണയോടുകൂടി ആണെങ്കിൽ പോലും 2 സ്ഥലങ്ങളിലും CPM-ന്റെ ഒരു ചുവന്ന തുരുത്താണ് യഥാർത്ഥത്തിൽ മധുരയും ഡിണ്ടിഗലും എന്ന് പറയുന്നത്. അവിടെയാണ്, അതെ കോയമ്പത്തൂർ, അവിടെയാണ് ഈ പാർട്ടി സമ്മേളനം വരുന്നത്. അല്ലെങ്കിൽ എന്തായാലും ഓരോ നിമിഷവും വരുന്ന വാർത്തകളെ കുറിച്ച് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനും സ്റ്റെഫിനും ന്യൂസും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അവിടങ്ങളിലൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ പറയാൻ വരികയായിരുന്നു. അവിടങ്ങളിലൊക്കെ തന്നെ കാണുമെന്നറിയാം. കണ്ണൻ നായരും സ്റ്റെഫിനും വിശദ വിവരങ്ങളുമായി ഓരോ ദിവസവും നമുക്കൊപ്പം ചേരും.